സങ്കീർത്തനങ്ങളുടെ പുസ്തകം 106 അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കുന്നു. അപ്പോൾ അവിടുത്തെ വാക്കുകൾ അവർ വിശ്വസിച്ചു, അവർ അവിടത്തേക്ക് സ്തുതി പാടി. എങ്കിലും അവർ അവിടുത്തെ പ്രവൃത്തികൾ മറന്നുകളഞ്ഞു, അവിടുത്തെ ഉപദേശം തേടിയില്ല. അപ്പോൾ അവർ അവിടുത്തെ വാക്കുകൾ വിശ്വസിച്ചു. എപ്പോഴാണ്? ആരാണ്? ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് നടക്കുന്ന, മോശയോട് ചേർന്ന് നടക്കുന്ന ഇസ്രായേൽ ജനം ചെങ്കടൽ തീരത്ത് വെച്ച് ദൈവത്തിനെതിരെ മത്സരിച്ചു. പക്ഷേ ദൈവം അതിശക്തമായി പ്രവർത്തിച്ചു. ചെങ്കടലിനെ രണ്ടാക്കി മാറ്റി. വരണ്ട നിലത്തിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ സാധിച്ചു. അപ്പോൾ അവർ ആ വലിയ അത്ഭുതം കണ്ടപ്പോൾ അവർ വിശ്വസിച്ചു. എന്നാൽ വചനം പറയുന്നു, അത് കഴിഞ്ഞപ്പോൾ അവർ മറന്നു കളഞ്ഞു. വിശ്വസിക്കുക മാത്രമല്ല, സ്തുതി പാടുകയും ചെയ്തു. സ്തുതിയൊക്കെ പാടി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതെല്ലാം മറന്നു കളഞ്ഞു. മാത്രമല്ല, അവർ പിന്നീട് ദൈവത്തിൻ്റെ ഉപദേശം തേടി. ഇത്രമേൽ അതിശക്തനായ ദൈവമാണ് തങ്ങളുടേത് എന്ന് അവർ വിശ്വസിച്ചു, സ്തുതി പാടി. പക്ഷേ അവരുടെ പ്രശ്നം എന്തായിരുന്നു അറിയാമോ? അവിടെ നിന്ന് ഉപദേശം തേടിയില്ല. ആലോചന ചോദിക്കുന്നതിൽ നിന്ന് അവർ മാറി നിന്നു. അതാണ് അവരുടെ വീഴ്ചയ്ക്ക് കാരണമായി വന്നത്. അവർ വീണ്ടും വീണുപോയത്. വിശ്വാസ ജീവിതത്തിൽ അവർ വീണ്ടും വീണുപോകുന്നതിൻ്റെ കാരണം സങ്കീർത്തകൻ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. 1, വിശ്വാസമുണ്ടായിരുന്നു. 2, അവർ സ്തുതി പാടുവാനും തയ്യാറായിരുന്നു. പക്ഷേ നിലനിൽപ്പിൻ്റെ വരം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സങ്കീർത്തനം പറയുന്നു. നമ്മൾ അവിടുത്തെ ഉപദേശം തേടണം. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നനച്ചിരിക്കാതെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പുകഴ്ത്തുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിക്കുകയും ചെയ്യും. എന്നാൽ അത് കഴിഞ്ഞ് പോന്ന് അവിടത്തോട് വിശ്വസ്തത ഇല്ലായ്മ കടന്നു വരും. പിന്നീട് അവിടുത്തെ മറന്നു കളയുന്ന രീതി, ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ ഇത്രമേൽ അതിശക്തമായി പ്രവർത്തിച്ച ദൈവത്തിന് ഇനിയും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും അവിടത്തേക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ആ ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നു. ആ ബോധ്യം ഇല്ലാതെ പോകുന്നു. ആ അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിച്ച് ടാറ്റയും പറഞ്ഞ് അവരങ്ങ് പോവുകയാണ്. താങ്ക്സും പറഞ്ഞ് ടാറ്റയും പറഞ്ഞ് അവരങ്ങ് പോവുകയാണ്. ഹായ് പറഞ്ഞു, ബൈ പറഞ്ഞ് അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. വഴിയരികിൽ എറിഞ്ഞ വിത്ത് പോലെ അത് ആ അനുഗ്രഹങ്ങൾ എന്നേക്കുമായി പൈശാചികതയ്ക്ക് നഷ്ടപ്പെടുത്തി കളയുന്ന വ്യക്തികളായി, അഭിഷേകം നഷ്ടപ്പെടുത്തി കളയുന്ന വ്യക്തികളായി നമ്മൾ മാറിപ്പോകുന്നു. കാരണം ഇതാണ്, അവിടുത്തെ ഉപദേശം തേടിയില്ല. നിരന്തരമായി അവിടുത്തെ കൗൺസിലിംഗ് തേടണം. അവിടുത്തെ കൗൺസിലിംഗ് സ്വീകരിക്കണം. നമ്മളുടെ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കാതുകളിൽ കേൾക്കണം. കാതുകളിൽ കേൾക്കുന്നില്ലെങ്കിൽ കേൾക്കും വിധം നമ്മളെ തന്നെ ഒരുക്കി അവിടുത്തെ സ്വരത്തിന് വേണ്ടി കാതോർക്കണം, കാത്തിരിക്കണം. അങ്ങനെ അവിടത്തോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പൂർവ്വപിതാക്കന്മാർ ചെയ്ത പാപത്തെക്കുറിച്ച് സങ്കീർത്തകൻ ഓർക്കുമ്പോൾ അവരുടെ വലിയ പാതകമായിട്ട് പറയുന്ന കാര്യമാണിത്. അത്രമേൽ ശക്തിയോടെ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ഉപദേശം അവർ തേടിയില്ല. ഒരിക്കൽ ശക്തിയോടുകൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിന്നെ നയിക്കാൻ ശക്തനാണ്, ഞാൻ നിൻ്റെ ഇടയനാണ്, ഞാൻ വിശ്വസ്തനാണ് എന്നൊക്കെ ദൈവം നമ്മളോട് വെളിപ്പെടുത്തി തരുന്നു. എന്നിട്ടും ആ വെളിപാടുകൾ സ്വീകരിക്കാതെ നമ്മൾ മാറിപ്പോകുമ്പോഴാണ് നമുക്ക് ഇടർച്ചയുണ്ടാകുന്നത്, വീഴ്ചയുണ്ടാകുന്നത്, അഭിഷേകങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിരന്തരം അവിടുത്തെ ഉപദേശം തേടി ജീവിക്കുവാൻ നിങ്ങളെ ഈ സായനത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.